Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് 2 എന്ന പേപ്പറിലെ 6th മൊഡ്യൂളിലെ ടോപ്പിക് ആയ കൈനമാറ്റിക് മെത്തേഡ് അപ്ലൈഡ് ടു ഫ്രെയിംസ്. കൈനമാറ്റിക് മെത്തേഡ് യൂസ് ചെയ്ത് ഫ്രെയിംസിലെ കൊളാപ്സ് ലോഡ് ഓർ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. Here is the first problem. Determine the collapse load WC for the frame shown in figure. So, question ഒരു frame തന്നിട്ടുണ്ട്. ഈ ഫ്രെയിമിന്റെ കൊളാപ്സ് ലോഡ് ഡിറ്റർമിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. കൈനമാറ്റിക് മെത്തേഡിൽ ഫ്രെയിംസിന്റെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ഓർ കൊളാപ്സ് ലോഡ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ചോദിക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് 3 മെക്കാനിസം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ബീം മെക്കാനിസം, second sway mechanism, and third combined mechanism. So ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷനിലോട്ട് കിടക്കാം. ഫസ്റ്റ് കൺസിഡർ ദ ബീം മെക്കാനിസം ഓഫ് സ്പാൻ BC. സോ ഫസ്റ്റ് നമ്മൾ BCയുടെ ബീം മെക്കാനിസം കൺസിഡർ ചെയ്യാണ്. BC എന്ന ബീമിൽ 2 പോയിന്റ് ലോഡ് വരുന്നുണ്ട്. സോ BCയിൽ 2 മെക്കാനിസം നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. So first beam mechanism of span BC ആണ് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ബീം മെക്കാനിസത്തിൽ ഏതൊക്കെ പോയിന്റിലാണ് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നതെന്ന് പറയാം. B end support considered as fixed and C end support considered as fixed. So B and C plastic hinge form ചെയ്യും. സ്പാനിൽ അറ്റ് എ ടൈം ഒരു പോയിന്റിലെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യൂ. ഫസ്റ്റ് ലോഡ് W ന് താഴെയാണ് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത് എന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ആ ലോഡിന് താഴെ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് Δ1 പ്രൊവൈഡ് ചെയ്യുന്നു. ബീമിന്റെ ഡിഫ്ലക്റ്റഡ് ഡയഗ്രാം വരയ്ക്കുന്നു. സോ ഫസ്റ്റ് ലോഡിന് താഴെ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ റെസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് ലോഡിന് താഴെ വരുന്ന വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി Δ2. ഏതൊക്കെ പോയിന്റിലാണോ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത് ആ പോയിന്റിലെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുക. സോ ബിയിലെയും സിയിലെയും പ്ലാസ്റ്റിക് ഹിഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ ഫസ്റ്റ് ലോഡ് W ന് താഴെ പ്ലാസ്റ്റിക് ഹിഞ്ച് മാർക്ക് ചെയ്തു. ഓരോ പ്ലാസ്റ്റിക് ഹിഞ്ചിന് ഡെവലപ്പ് ആകുന്ന പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി എഴുതുക. B എന്ന പോയിന്റിലെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി empty ആണ്. കാരണം BCയിലെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി 3 MB ആണ്. അതുപോലെ BAയിലെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി empty ആണ്. നമ്മൾ ബിയിലെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ഈ 2 വാല്യൂസിൽ നിന്നും ലീസ്റ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. സോ ബിയിലെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി വിൽ ബി empty. സിമിലർലി സിയിലെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് empty തന്നെയാണ്, ലീസ്റ്റ് വാല്യൂ. ദെൻ ലോഡിന് താഴെയുള്ള പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി 3 MB. ദെൻ എക്സ്റ്റേണൽ വർക്ക് ഡൺ കമ്പ്യൂട്ട് ചെയ്യുക. 2 ലോഡ് ഉണ്ട്, WC into Δ1 plus WC into Δ2. 2 ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ് W ആണ്. സോ which is equivalent to WC. Then internal work done compute ചെയ്യുക. MP into θ1 plus MP into θ1 plus θ2 plus MP into θ2. Then Δ1 compute ചെയ്യുക. First right angle triangle consider ചെയ്യുമ്പോൾ Δ1 is equal to 2θ1 എന്ന് കിട്ടും. Second right angle triangle consider ചെയ്യുമ്പോൾ Δ1 is equal to 4θ2 എന്ന് കിട്ടും. ഈ 2 ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. സോ റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യുക. You will get θ1 is equal to 2θ2. Similarly, Δ2 compute ചെയ്യുക. Δ2 is equal to 2θ2 എന്ന് കിട്ടും. Then external work done in the equationൽ WC into Δ1 plus WC into Δ2. Equationൽ Δ1 ന് പകരം 4θ2 and Δ2 ന് പകരം 2θ2 substitute ചെയ്യുക. So you will get external work done as 6 WC θ2. Similarly, internal work done compute ചെയ്യുക. External work done in terms of θ2 ആണ് കിട്ടിയത്. സോ ഇന്റേണൽ വർക്ക് ഡണ്ണും in terms of θ2 കമ്പ്യൂട്ട് ചെയ്യുക. അതിനായിട്ട് എന്ത് ചെയ്യണം? ഇന്റേണൽ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷനിലെ θ1 ന് പകരം 2θ2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. You will get internal work done as 12 MB θ2. സോ നമുക്ക് external and internal work done കിട്ടി. Then according to principle of virtual work, external work done is equal to internal work done. External work done 6 WC θ2 നെ internal work done 12 MB θ2 ആയിട്ട് equate ചെയ്യുക. You will get collapse load as 2 MB. രണ്ട് സൈഡും θ2 കോമൺ ആയിട്ട് വരും, ക്യാൻസൽ ചെയ്യുക. collapse load WC 2 MB എന്ന് കിട്ടും.
കൊളാപ്സ് ലോഡ് ആണ് ഇവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. കാരണം ക്വസ്റ്റ്യനിൽ കൊളാപ്സ് ലോഡ് കമ്പ്യൂട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ബി സിയുടെ ഫസ്റ്റ് ബീം മെക്കാനിസം ക്ലിയർ ആയോ? Then BCയുടെ second beam mechanism consider ചെയ്യുക. Second beam mechanism consider ചെയ്യുമ്പോൾ D എന്ന പോയിന്റിൽ പ്ലാസ്റ്റിക് hinge ഫോം ചെയ്യും, C എന്ന പോയിന്റിൽ പ്ലാസ്റ്റിക് hinge ഫോം ചെയ്യും. രണ്ടാമത്തെ ലോഡിന് താഴെയാണ് പ്ലാസ്റ്റിക് hinge ഫോം ചെയ്യുന്നത്. സോ ആ പോയിന്റിലാണ് നമ്മൾ ഒരു വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ 2 കൊടുക്കുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് ബീമിന്റെ ഡിഫ്ലക്റ്റഡ് ഡയഗ്രാം മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ സെക്കൻഡ് ലോഡിന് താഴെ നമ്മൾ ഒരു വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ 2 കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയി ഫസ്റ്റ് ലോഡിന് താഴെ ഡെവലപ്പ് ആകുന്ന വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡെൽറ്റ 1. സോ ഇവിടെയും എക്സ്റ്റേണൽ വർക്ക് ഡൺ ആൻഡ് ഇന്റേണൽ വർക്ക് ഡൺ കമ്പ്യൂട്ട് ചെയ്യുക. Then delta 2 is equal to 4 theta 1 and delta 2 is equal to 2 theta 2 എന്ന് നമുക്ക് കിട്ടും. രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ. സോ ഈ രണ്ട് ഇക്വേഷന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യുക. യു വിൽ ഗെറ്റ് theta 2 is equal to 2 theta 1. Then delta 1 is equal to 2 theta 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി എക്സ്റ്റേണൽ വർക്ക് ഡണിന്റെ ഇക്വേഷൻ WC into delta 1 ന് പകരം 2 theta 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ ഡെൽറ്റ 2 ന് പകരം 4 theta 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുക. യു വിൽ ഗെറ്റ് എക്സ്റ്റേണൽ വർക്ക് ഡൺ as 6 WC theta 1. Then internal work done in equationൽ theta 2 ന് പകരം 2 theta 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ്റ്റേണൽ വർക്ക് ഡൺ ഇൻ ടേംസ് ഓഫ് theta 1 ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തത്. അതുകൊണ്ട് ഇന്റേണൽ വർക്ക് ഡണ്ണും ഇൻ ടേംസ് ഓഫ് theta 1 തന്നെ നമുക്ക് കിട്ടണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? theta 2 ന്റെ പ്ലേസിൽ 2 theta 1 substitute ചെയ്യുക, simplify ചെയ്യുക. Then according to principle of virtual work, external work done is equal to internal work done. External work done 6 WC theta 1 is equal to internal work done 12 MT theta 1. രണ്ട് സൈഡും theta 1 കോമൺ ആണ്, ക്യാൻസൽ ചെയ്യുക. You will get WC as 2 MT. So ബീമിന്റെ സെക്കൻഡ് മെക്കാനിസം കമ്പ്യൂട്ട് ചെയ്തപ്പോൾ WC 2 MT എന്നാണ് കിട്ടിയത്. So beam mechanism കഴിഞ്ഞു. നെക്സ്റ്റ് sway mechanism. ഫ്രെയിമിലെ കോളംസിനാണ് lateral sway വരുന്നത്. ഫ്രെയിമിന്റെ ഡിഫ്ലക്റ്റഡ് ഡയഗ്രാം വരയ്ക്കാം. lateral displacement കോളത്തിനാണ് ഉണ്ടാകുന്നത്. കോളത്തിലെ lateral displacementനെ ഞാൻ ഡെൽറ്റ എന്ന് വിളിച്ചു. രണ്ട് കോളംസിന്റെ ലെങ്ത് സെയിം ആണ്. സോ രണ്ട് കോളംസിലെയും റൊട്ടേഷൻ സെയിം ആയിരിക്കും. എക്സ്റ്റേണൽ വർക്ക് ഡൺ കമ്പ്യൂട്ട് ചെയ്യുക. swayക്ക് കാരണമായി ബിയിൽ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. Then internal work done compute ചെയ്യാം. Then delta is equal to 3 theta എന്ന് കിട്ടും. ഡെൽറ്റ കിട്ടാനായിട്ട് ഏതെങ്കിലും ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിന്നും tan theta എടുക്കുമ്പോൾ നമുക്ക് ഡെൽറ്റ കിട്ടും. സോ ഡെൽറ്റ is equal to 3 theta എന്ന് കിട്ടും. Then according to principle of virtual work, external work done is equal to internal work done. So external work done WC delta which is equal to internal work done 4 MT theta എന്ന് കിട്ടും. Then ഡെൽറ്റയ്ക്ക് പകരം 3 theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. WC into 3 theta is equal to 4 MT theta എന്ന് വരും. So ഇവിടെ നിന്നും you will get WC as 1.33 MT. So sway mechanismത്തിലെ WC നമുക്ക് കിട്ടി. Then combined mechanism പോവുക. ശ്രദ്ധിക്കുക, ഇവിടെ BC എന്ന സ്പാനിൽ രണ്ട് മെക്കാനിസം വരുന്നുണ്ട്. അപ്പോ കമ്പൈൻഡ് മെക്കാനിസവും രണ്ടെണ്ണം വരും. ഓക്കെ, സോ ഫസ്റ്റ് കമ്പൈൻഡ് മെക്കാനിസം എന്ന് പറയുന്നത് ബീം മെക്കാനിസം 1ഉം സ്വേ മെക്കാനിസവും കമ്പൈൻ ചെയ്തിട്ടാണ്. അതായത് ബീം മെക്കാനിസം ഫോർ സ്പാൻ BC 1ഉം സ്വേ മെക്കാനിസവും കമ്പൈൻ ചെയ്തിട്ടാണ് കമ്പൈൻഡ് മെക്കാനിസം 1 വരുന്നത്. BC എന്ന സ്പാനിൽ രണ്ട് മെക്കാനിസം വരുന്നത് കൊണ്ട് കമ്പൈൻഡ് മെക്കാനിസവും രണ്ടെണ്ണം വരും. സോ ഫസ്റ്റ് കമ്പൈൻഡ് മെക്കാനിസം ആണ് വരച്ചിരിക്കുന്നത്. സോ ഇവിടത്തെ എക്സ്റ്റേണൽ വർക്ക് ഡൺ കമ്പ്യൂട്ട് ചെയ്യുക. എക്സ്റ്റേണൽ വർക്ക് ഡൺ is equal to WC into delta plus WC into delta 1 plus WC into delta 2 എന്ന് കിട്ടും. ശ്രദ്ധിക്കുക, ഈ കമ്പൈൻഡ് മെക്കാനിസത്തിലെ ആംഗിൾ എടുക്കുമ്പോൾ AB എന്ന കോളത്തിലെയും CD എന്ന കോളത്തിലെയും ലെങ്ത് സെയിം ആണ്. സോ ABയിലെ റൊട്ടേഷൻ theta 1 ആണെങ്കിൽ CDയിലെ റൊട്ടേഷനും theta 1 ആയിരിക്കും. ഇനി കോളം ABയിലെ Bയിലെ റൊട്ടേഷൻ theta 1 ആണെങ്കിൽ
ബിയും ബിയിലെ റൊട്ടേഷനും θ1 ആയിരിക്കും. ഇനി എക്സെൻട്രിക് പോയിന്റ് ലോഡ് ആയതുകൊണ്ട് തന്നെ ബിയിലെ റൊട്ടേഷൻ θ1 ആണെങ്കിൽ ബിയും സി എന്ന പോയിന്റിലെ റൊട്ടേഷൻ θ2 ആയിരിക്കും, സിൻസ് എക്സെൻട്രിക് പോയിന്റ് ലോഡ് ആയ കാരണം. Then external work done കിട്ടി, internal work done compute ചെയ്യുക. Combined mechanism ബിയിലെ പ്ലാസ്റ്റിക് hinge neglect ചെയ്യണം. Then delta is equal to 3 θ1 എന്ന് കിട്ടും. Delta 1 is equal to 2 θ1 and delta 1 is equal to 4 θ2 എന്ന് കിട്ടും. So beam mechanism corresponding ആയിട്ടാണ് delta 1 compute ചെയ്യുന്നത്. രണ്ട് ഇക്വേഷന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്, സോ റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യുക. You will get θ2 is equal to 0.5 θ1. Then external and also delta 2 is equal to 2 θ2 എന്ന് കിട്ടും. Then external work done compute ചെയ്യാം. External work done ന്റെ ഇക്വേഷനിൽ ഡെൽറ്റയ്ക്ക് പകരം 3 θ1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ 1 പകരം 2 θ1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ 2 പകരം 2 θ2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ θ2 പകരം 0.5 θ1 again സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം നമുക്ക് external work done in terms of θ1 കിട്ടാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. Okay. So external work done simplify ചെയ്യുമ്പോൾ നമുക്ക് 6wc θ1 എന്ന് കിട്ടും. Then internal work done compute ചെയ്യാം. Internal work done ഇക്വേഷനിൽ θ2 പകരം 0.5 θ1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Simplify ചെയ്യുക. You will get internal work done as 8 mp θ1. Then according to principle of virtual work, external work done is equal to internal work done. External work done, internal work done equate ചെയ്യുക. Simplify ചെയ്യുക. You will get WC as 1.33 mp. Then second collapse mechanism consider ചെയ്യുക. Second collapse mechanism second beam mechanism sway mechanism ആണ് നമ്മൾ combine ചെയ്യുന്നത്. So corresponding ആയിട്ട് mechanism diagram വരച്ചിട്ടുണ്ട്. ഇവിടെ external work done compute ചെയ്യുക, internal work done compute ചെയ്യുക. Delta 2 beam mechanism delta 2 compute ചെയ്യുമ്പോൾ 4 θ1 and 2 θ2 എന്ന് നമുക്ക് കിട്ടും. So രണ്ട് ഇക്വേഷന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ θ2 is equal to 2 θ1 എന്ന് നമുക്ക് കിട്ടും. Then beam mechanism delta 1 is equal to 2 θ1 എന്ന് നമുക്ക് കിട്ടും. Then sway mechanism delta is equal to 3 θ1 എന്ന് നമുക്ക് കിട്ടും. ഇനി external work done in equationൽ ഡെൽറ്റയ്ക്ക് പകരം 3 θ1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡെൽറ്റ 1 പകരം 2 θ1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക and ഡെൽറ്റ 2 പകരം 4 θ1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So that നമുക്ക് external work done in terms of θ1 കിട്ടും. So external work done will be 9wc θ1. Then internal work done in equationൽ θ2 പകരം 2 θ1 substitute ചെയ്യുക. So നമുക്ക് internal work done in terms of θ1 കിട്ടും. You will get internal work done as 14 mp θ1. Then according to principle of virtual work, external work done is equal to internal work done. So external work done in internal work done in equate ചെയ്യുക. You will get collapse load as 1.556 mp. Okay. അപ്പോൾ നമ്മൾ beam mechanism രണ്ടെണ്ണം കൺസിഡർ ചെയ്തു, sway mechanism കൺസിഡർ ചെയ്തു, രണ്ട് combined mechanism കൺസിഡർ ചെയ്തു. അങ്ങനെ ടോട്ടൽ 5 mechanism നമുക്ക് ഈ പ്രോബ്ലത്തിൽ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വന്നു. സോ 5 മെക്കാനിസത്തിലും നമുക്ക് ഓരോ കൊളാപ്സ് ലോഡ് കിട്ടി. ഈ കൊളാപ്സ് ലോഡിലെ ലീസ്റ്റ് വാല്യൂ ആയിരിക്കും സ്ട്രക്ചറിന്റെ കൊളാപ്സ് ലോഡ് എന്ന് പറയുന്നത്. സോ ദി കൊളാപ്സ് ലോഡ് ഓഫ് ദി സ്ട്രക്ചർ വിൽ ബി WC is equal to 1.33 mp. ഓക്കെ, അപ്പൊ സ്ട്രക്ചറിന്റെ കൊളാപ്സ് ലോഡ് എന്ന് പറയുന്നത് 5 മെക്കാനിസത്തിലെയും ലീസ്റ്റ് വാല്യൂ ആയിരിക്കും, which is 1.33 mp. Okay. Next problem, determine the load factor lambda for the frame shown in figure. So frame ile lambda load factor determine ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതുവരെ plastic moment capacity or collapse load determine ചെയ്യാനായിരുന്നു ചോദിച്ചിരുന്നത്. ഇവിടെ load factor lambda determine ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. Okay. So ഇവിടെയും same mechanism തന്നെയാണ് follow ചെയ്യുന്നത്.
ഓരോ മെക്കാനിസത്തിൽ നിന്നും ലാംഡ ആണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. സൊല്യൂഷനിലോട്ട് കടക്കാം. ഫസ്റ്റ് ബീം മെക്കാനിസം, ഡിസിയുടെ ബീം മെക്കാനിസം കൺസിഡർ ചെയ്യുക. സെൻട്രൽ പോയിന്റിലൂടെയാണ്. സോ സെൻട്രൽ പോയിന്റിലാണ് നമ്മൾ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുന്നത്. സോ കറസ്പോണ്ടിങ് ആയി ബീമിന്റെ ഡിഫ്ലക്റ്റഡ് ഡയഗ്രാം വരച്ചു. സെന്ററിൽ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുന്നത് കൊണ്ട് ബിയിലെയും സിയിലെയും റൊട്ടേഷൻ സെയിം ആയിരിക്കും, തീറ്റ എന്ന് എടുത്തു. ദെൻ എക്സ്റ്റേണൽ വർക്ക് ഡൺ കമ്പ്യൂട്ട് ചെയ്തു. എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ലോഡ് ഇൻറ്റു കറസ്പോണ്ടിങ് ഡിഫ്ലക്ഷൻ. എക്സ്റ്റേണൽ ലോഡ് ഇസ് 2 lambda into W into displacement delta 1. Then internal work done compute ചെയ്യാം. Then delta 1 is equal to 2 theta എന്ന് നമുക്ക് കിട്ടും. So your external work done will be 4 lambda W into theta. Then according to principle of virtual work, external work done is equal to internal work done. External work done നമുക്ക് 4 lambda W into theta എന്ന് കിട്ടി. Internal work done 4 mp theta എന്ന് കിട്ടി. രണ്ട് വാല്യൂസ് ഇക്വേറ്റ് ചെയ്യുക. തീറ്റ കോമൺ ആണ്, ക്യാൻസൽ ചെയ്യുക. ഈ ഇക്വേഷനിൽ നിന്നും ലാംഡ കമ്പ്യൂട്ട് ചെയ്യുക. You will get lambda is equal to mp divided by W. Then sway mechanism consider ചെയ്യുക. കോളത്തിലെ ഡിഫ്ലക്റ്റഡ് ഡയഗ്രാം വരയ്ക്കുക. ഇവിടെയും എക്സ്റ്റേണൽ വർക്ക് ഡൺ കമ്പ്യൂട്ട് ചെയ്യുക. സ്വേക്ക് കാരണമായ ഹൊറിസോണ്ടൽ ഫോഴ്സ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ലാംഡ ഇൻറ്റു ഡബ്ല്യു ആയിരുന്നു. സോ എക്സ്റ്റേണൽ വർക്ക് ഡൺ വിൽ ബി ലാംഡ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ. ദെൻ ഇന്റേണൽ വർക്ക് ഡൺ കമ്പ്യൂട്ട് ചെയ്യുക. You will get delta as 5 theta. Then according to external work done already നമുക്ക് lambda w delta എന്ന് കിട്ടി. ഡെൽറ്റയ്ക്ക് പകരം 5 theta substitute ചെയ്യുക, simplify ചെയ്യുക. You will get external work done as 5 lambda w into theta. Then according to principle of virtual work, external work done is equal to internal work done. External and internal work done equate ചെയ്യുക. Lambda compute ചെയ്യുക. You will get lambda as mp by w. ക്വസ്റ്റ്യനിൽ ലോഡ് ഫാക്ടർ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് ചോദിച്ചത് കൊണ്ടാണ് ഓരോ മെക്കാനിസത്തിൽ നിന്നും ലാംഡ നമ്മൾ ഡിറ്റർമിൻ ചെയ്തത്. Then combined mechanism കൺസിഡർ ചെയ്യുക. ബീം മെക്കാനിസവും സ്വേ മെക്കാനിസവും കമ്പൈൻ ചെയ്യുക. ഇവിടെയും എക്സ്റ്റേണൽ വർക്ക് ഡൺ കമ്പ്യൂട്ട് ചെയ്യുക, ഇന്റേണൽ വർക്ക് ഡൺ കമ്പ്യൂട്ട് ചെയ്യുക. ഡെൽറ്റ ആൻഡ് ഡെൽറ്റ 1 കമ്പ്യൂട്ട് ചെയ്യുക. ഡെൽറ്റ 5 തീറ്റ ആൻഡ് ഡെൽറ്റ 1 2 തീറ്റ എന്ന് കിട്ടും. Then external work done in the equation ഡെൽറ്റയ്ക്ക് 5 തീറ്റ ആൻഡ് ഡെൽറ്റ 1 ന് 2 തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. You will get external work done as 9 lambda w into theta. Then according to principle of virtual work, external and internal work done equate ചെയ്യുക. External work done 9 lambda w into theta, internal work done 7 mp theta എന്ന് നമുക്ക് കിട്ടി. So ഈ രണ്ട് വാല്യൂസും ഇക്വേറ്റ് ചെയ്യുക. തീറ്റ കോമൺ ആയിട്ട് വരും, ക്യാൻസൽ ചെയ്യുക. ഈ ഇക്വേഷനിൽ നിന്നും you will get lambda as 7 by 9 into mp by w. ഇനി നമുക്ക് വേണ്ടത് സ്ട്രക്ചറിന്റെ ലോഡ് ഫാക്ടർ ആണ്. ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് കൊളാപ്സ് ലോഡ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ലോഡ് ആണ് ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത്. ഒരു സ്ട്രക്ചറിന്റെ കൊളാപ്സ് ലോഡ് എന്ന് പറയുന്നത് ലീസ്റ്റ് ഓരോ മെക്കാനിസത്തിലും നമുക്ക് കിട്ടുന്ന കൊളാപ്സ് ലോഡിന്റെ ലീസ്റ്റ് വാല്യൂ ആയിരിക്കും സ്ട്രക്ചറിന്റെ കൊളാപ്സ് ലോഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലാംഡയും എന്ത് തന്നെ ആയിരിക്കും? ഓരോ മെക്കാനിസത്തിലും നമുക്ക് കിട്ടിയ ലാംഡയുടെ ലീസ്റ്റ് വാല്യൂ ആയിരിക്കും സ്ട്രക്ചറിന്റെ ലാംഡ എന്ന് പറയുന്നത്, അതായത് ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത്. ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് കൊളാപ്സ് ലോഡ് ടു വർക്കിംഗ് ലോഡ് ആണ്. സോ ലോഡ് ഫാക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൊളാപ്സ് ലോഡ്. അപ്പോ ഒരു സ്ട്രക്ചറിന്റെ കൊളാപ്സ് ലോഡ് എന്ന് പറയുന്നത് ഓരോ മെക്കാനിസത്തിലും നമുക്ക് കിട്ടുന്ന ലോഡിന്റെ ലീസ്റ്റ് വാല്യൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് ഓരോ മെക്കാനിസത്തിലും നമുക്ക് കിട്ടിയ ലോഡ് ഫാക്ടേഴ്സിന്റെ ലീസ്റ്റ് വാല്യൂ ആയിരിക്കും സ്ട്രക്ചറിന്റെ ലോഡ് ഫാക്ടർ. സോ നമുക്ക് ലീസ്റ്റ് വാല്യൂ കിട്ടിയിരിക്കുന്നത് 7 by 9 into mp by w ആണ്. So the load factor of the structure will be 7 by 9 into mp by w. So നമ്മളിവിടെ 3 മെക്കാനിസം കൺസിഡർ ചെയ്തു. 3 മെക്കാനിസത്തിൽ നിന്നും നമുക്ക് ലോഡ് ഫാക്ടറിന്റെ ലീസ്റ്റ് വാല്യൂ കിട്ടിയത് 7 by 9 mp by w ആണ്, which is the real load factor of the structure. Okay. So ഇന്ന് നമ്മൾ 6th മോഡ്യൂളിലെ ലാസ്റ്റ് 2 പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്.
ഈ രണ്ട് പ്രോബ്ലംസും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.